കാസർഗോഡ് മണ്ഡലത്തിലേക്ക് പോകുകയാണ്. കാസർഗോഡ് ചില സംഘർഷങ്ങൾ റിപ്പോർട്ട് ചെയ്യുന്നു എന്നാണ് മനസ്സിലാകുന്നത്. സിജു, വിവരങ്ങൾ. കാസർഗോഡ് ചെർക്കള ഗവൺമെന്റ് ഹയർ സെക്കൻഡറി സ്കൂളിൽ UDFന്റെ ശക്തി കേന്ദ്രമായ മണ്ഡലത്തിൽ കള്ളവോട്ട് പരാതി ഉയർന്നിരുന്നു. LDF പരാതി നൽകിയിരുന്നു. ഇപ്പോൾ പരാതിയുമായി ബന്ധപ്പെട്ട് ഇവിടെ എത്തിയ ഞങ്ങൾക്ക് ഇപ്പോൾ മാധ്യമപ്രവർത്തകരായ ഞങ്ങളെ മർദ്ദിക്കുന്ന ഒരു സാഹചര്യമാണ് ഉണ്ടായത്. ക്യാമറമാൻ ഷൈജു കുലാത്ര, അതോടൊപ്പം റിപ്പോർട്ടറായ സിജു ഇവരെ കയ്യേറ്റം ചെയ്യുന്ന ഒരു സാഹചര്യമാണ് ഉണ്ടായത്. UDF പ്രവർത്തകരായിരുന്നു വ്യാപകമായി ഈ കയ്യേറ്റം ചെയ്തത്. നേരത്തെ തന്നെ ഇവിടെ ഉദ്യോഗസ്ഥരടക്കം ഭീഷണിപ്പെടുത്തുന്നതായി ഇവർ പരാതി ഉയർന്നു വന്നിരുന്നു. അതിന്റെ അടിസ്ഥാനത്തിൽ LDF പാർലമെന്റ് മണ്ഡലം കൺവീനർ AP സതീശൻ ജില്ലാ കളക്ടർക്ക് പരാതി നൽകിയിരുന്നു. ഈ പരാതിക്ക് ശേഷമാണ് ഞങ്ങൾ ഇവിടെ എത്തിയത്. ഇവിടെ എത്തിയ ഞങ്ങള് UDF പ്രവർത്തകർ കയ്യേറ്റം ചെയ്യുകയായിരുന്നു. ഈ പോളിംഗ് ബൂത്തിനകത്തുള്ള LDFന്റെ ബൂത്ത് ഏജന്റിനെ പുറത്താക്കുന്നതുമായി ബന്ധപ്പെട്ട് UDF പ്രവർത്തകർ സംഘർഷമുണ്ടാക്കി. ആ സമയത്ത് അതിന്റെ ദൃശ്യങ്ങൾ പകർത്തുമ്പോഴാണ് ഇപ്പോൾ ഞങ്ങൾക്ക് നേരെ കയ്യേറ്റം ഉണ്ടായിരിക്കുന്നത്. സിജു, കേൾക്കാമോ? അവിടെ നാലിലധികം ബൂത്തുകളിൽ ഇത്തരത്തിൽ കള്ളവോട്ട് പരാതി ഉയർന്നിരുന്നു. LDF വലിയ രീതിയിൽ ഇതിനെതിരെ പരാതി നൽകുന്ന ഒരു സാഹചര്യമുണ്ടായി. ഒരു സ്ത്രീ അടക്കം കള്ളവോട്ട് ചെയ്യാൻ എത്തിയ ഒരു സാഹചര്യമെല്ലാം അവിടെ നിന്ന് റിപ്പോർട്ട് ചെയ്യപ്പെട്ടതാണ്. ആ സംഘർഷത്തിന്റെ ദൃശ്യങ്ങളാണ് നമ്മൾ കണ്ടുകൊണ്ടിരിക്കുന്നത്. ഇതുമായി ബന്ധപ്പെട്ട് ആരെയെങ്കിലും പിടികൂടുന്നൊരു സാഹചര്യം ഉണ്ടായിട്ടുണ്ടോ? ഇന്ന് ചെർക്കള ഹയർ സെക്കൻഡറി സ്കൂൾ, അതോടൊപ്പം തന്നെ ALPS ചെങ്കള എന്നിവിടങ്ങളിൽ വിശ്വാസികമായ UDFന്റെ നേതൃത്വത്തിൽ കള്ളവോട്ട് പരാതി ഉയർന്നിരുന്നു. ഈ പരാതിയുടെ അടിസ്ഥാനത്തിൽ ജില്ലാ കളക്ടറാണ് LDF പരാതി നൽകിയത്. ഈ സമയത്ത് ഈ പരാതിയെ തുടർന്ന് ഞങ്ങൾ ഇവിടെ എത്തിയതായിരുന്നു. ഇതിനുശേഷം ഈ സ്ഥലത്തെത്തി ഞങ്ങൾ വാർത്താ റിപ്പോർട്ട് ചെയ്തു. തുടർന്ന് ഒരു ബൂത്തിൽ 113 നമ്പർ LDFന്റെ ബൂത്ത് ഏജന്റിനെ പിടിച്ച് പുറത്താക്കാനുള്ള ഒരു ശ്രമം UDF പ്രവർത്തകർ നടത്തി. ആ സമയത്ത് ഞങ്ങൾ ദൃശ്യങ്ങൾ പകർത്തുകയായിരുന്നു. ദൃശ്യങ്ങൾ പകർത്തുന്ന സമയത്തായിരുന്നു ഞങ്ങൾക്ക് നേരെ ആക്രമണം ഉണ്ടായത്. ക്യാമറമാൻ ഷൈജു കുലാത്ര, അതോടൊപ്പം എനിക്കും നേരെ ആക്രമണം ഉണ്ടായി. UDF പ്രവർത്തകർ കയ്യേറ്റം ചെയ്ത ഈ പോളിംഗ് ബൂത്തിന്റെ പരിസരത്ത് നിന്ന് പുറത്തു പോകണമെന്ന് ആവശ്യപ്പെടുകയായിരുന്നു. നിരവധി പ്രവർത്തകർ ഈ കയ്യേറ്റം ചെയ്യുന്നതിന്റെ ഭാഗമായി ഉണ്ടായിരുന്നു. UDFന്റെ നേതാക്കളടക്കം നേതൃത്വം കൊടുത്താണ് ഈ ആക്രമണം നടത്തിയത്. നീലിമ, അതായത് നമ്മുടെ സിജു കണ്ണനെ അടക്കം ആക്രമിക്കുന്ന ഒരു സാഹചര്യം, ഗുരുതരമായ ഒരു സാഹചര്യം അവിടെ നിന്നുണ്ടായി. സിജു, കുറച്ചു നേരമായി നമ്മൾ ഈ കള്ളവോട്ട് സംബന്ധിച്ചുള്ള വാർത്തകൾ നിരന്തരം നൽകുന്നുണ്ടായിരുന്നു. അതിന്റെ കൂടി വലിയൊരു ദേഷ്യം അവർ പ്രകടിപ്പിച്ചതാകാനാണ് സാധ്യത, അല്ലേ? നമ്മുടെ കൂടി സാന്നിധ്യത്തിലാണ് അത്തരത്തിൽ വലിയ കള്ളവോട്ട് നടക്കുന്ന ഒരു സാഹചര്യം ശ്രദ്ധയിൽ കൊണ്ടുവരുന്നതും LDF അത്തരത്തിൽ പരാതി നൽകുന്ന സാഹചര്യമെല്ലാം ഉണ്ടായത്. നമ്മളാണ് ഇത് ലോകത്തോട് വിളിച്ചു പറഞ്ഞത്. കള്ളവോട്ട് പരാതിയുമായി ബന്ധപ്പെട്ട് അതിനുശേഷമാണ് ഞങ്ങൾ ഇവിടെ എത്തിയത്. ഈ UDFന്റെ വളരെ ശക്തി കേന്ദ്രമായ ഈ പ്രദേശത്ത് ഇവർ വ്യാപകമായി കള്ളവോട്ട് ചെയ്യുന്നുവെന്ന ആരോപണം ഉയർന്നിരുന്നു. വലിയ പരാതി LDFന്റെ ഭാഗത്തു നിന്നുണ്ടായി. LDF ജില്ലാ കളക്ടർ K. ഇമ്പശേഖറിന് ഇതുമായി ബന്ധപ്പെട്ട് പരാതി നൽകിയിരുന്നു. ഈ പരാതി ഞങ്ങൾ ഇവിടെ നിന്ന് റിപ്പോർട്ട് ചെയ്തിരുന്നു. അതിനിടെയാണ് ഞങ്ങൾ ഇവിടെ എത്തിയിട്ട് ഏതാണ്ട് 3/4 മണിക്കൂർ കഴിഞ്ഞു. പക്ഷേ അതിനിടയിൽ LDFന്റെ ബൂത്ത് ഏജന്റിനെ 113 നമ്പർ പോളിംഗ് ബൂത്തിൽ നിന്ന് പുറത്താക്കാനുള്ള ഒരു ശ്രമം UDF പ്രവർത്തകർ നടത്തി. ഈ ദൃശ്യങ്ങൾ പകർത്തുന്നതിനാണ് ഇവർ ഞങ്ങൾക്ക് നേരെ ആക്രമണം നടത്തിയത്. മാധ്യമപ്രവർത്തകർ നിരവധി പേർ ഇവിടെ എത്തിയിരുന്നത്. അവരെല്ലാം തന്നെ കയ്യേറ്റം ചെയ്യാനുള്ള ശ്രമം UDF പ്രവർത്തകരുടെ ഭാഗത്ത് ഉണ്ടായി. സിജു, മറ്റ് മാധ്യമ പ്രവർത്തകർക്ക് പരിക്കേൽക്കുന്ന ഒരു സാഹചര്യം ഉണ്ടായോ? മർദ്ദിക്കുന്ന ഒരു സാഹചര്യം ഉണ്ടായോ? ദൃശ്യങ്ങൾ പകർത്തുമ്പോൾ ഞങ്ങൾക്ക് നേരെയായിരുന്നു ആക്രമണം ഉണ്ടായത്. കൂടെ ഉണ്ടായിരുന്ന മറ്റ് മാധ്യമ പ്രവർത്തകർക്ക് നേരെയും കയ്യേറ്റ ശ്രമം ഉണ്ടായി. മാതൃഭൂമി ചാനലിന്റെ റിപ്പോർട്ടർ സാഹിൽ, അതോടൊപ്പം തന്നെ മാതൃഭൂമി പത്രത്തിന്റെ റിപ്പോർട്ടർ പ്രദീപ് എന്നിവർക്ക് നേരെയും കയ്യേറ്റ ശ്രമം ഉണ്ടായി. ഇപ്പോൾ ഞങ്ങൾ മാത്രമാണ് ഇവിടെ എത്തിയിട്ടുള്ളത്. മറ്റു മാധ്യമ പ്രവർത്തകർ സ്ഥലത്തേക്ക് വരുന്നു. ഈ ദൃശ്യങ്ങൾ പകർത്തുന്നതുമായി ബന്ധപ്പെട്ടാണ് ഇവർ ആക്രമണം നടത്തിയത്. വലിയ ആക്രമണമാണ് അയച്ചുവിട്ടത്. ഇന്ന് രാവിലെ മുതൽ ഇവിടെ പോളിംഗ് ബൂത്ത് കയ്യേറുന്ന ഒരു സാഹചര്യം ഉണ്ടായി എന്നാണ് മനസ്സിലാക്കാൻ സാധിക്കുന്നത്. സിജു അടക്കമുള്ള നമ്മുടെ ടീമിനെ കയ്യേറ്റം ചെയ്ത ആളുകളെ തിരിച്ചറിയാൻ കഴിഞ്ഞിട്ടുണ്ടോ? അവർക്കെതിരെ പരാതി നൽകുന്ന സാഹചര്യം ഉണ്ടായിട്ടുണ്ടോ? എന്താണ് ഏറ്റവും ഒടുവിലത്തെ വിവരം?
പോലീസ് ഇവിടെ സുരക്ഷ ഒരുക്കിയിട്ടുണ്ട്. ഞങ്ങൾക്ക് നേരെ ആക്രമണം നടക്കുമ്പോൾ പോലീസ് അത് തടയാൻ ശ്രമിക്കുകയും ഇവരെ ഇവിടെ നിന്ന് അടിച്ചോടിക്കുകയും ചെയ്തിട്ടുണ്ട്. ഏതായാലും ഇപ്പോഴും ഞങ്ങളെ ആക്രമിച്ച ആളുകൾ ഈ പോളിംഗ് ബൂത്തിനകത്തും പരിസര പ്രദേശത്തുമുണ്ട്. ഇവർ ഈ LDFന്റെ ബൂത്ത് ഏജന്റിനെ ഇവിടെ നിന്ന് കയ്യേറ്റം ചെയ്ത് ഈ പോളിംഗ് ബൂത്തിനകത്ത് നിന്ന് പുറത്താക്കാനുള്ള ശ്രമം നടത്തുമ്പോൾ ആ ദൃശ്യം പകർത്തുന്നതുമായി ബന്ധപ്പെട്ടാണ് ഞങ്ങൾക്ക് ഉണ്ടായത്. സിജു, നേരത്തെ തന്നെ നമ്മൾ ഒരു 4 ബൂത്തുകളുടെ വിവരങ്ങൾ നമ്മൾ പങ്കുവച്ചിരുന്നു. ഈ ബൂത്ത് ഏജന്റുമാരെ പുറത്താക്കുന്നൊരു സാഹചര്യമൊക്കെ അവിടെ ഉണ്ടായി എന്നാണ് മനസ്സിലാക്കുന്നത്. ഇതുമായി ബന്ധപ്പെട്ട് ആർക്കെതിരെയെങ്കിലും കേസെടുക്കുന്ന സാഹചര്യമുണ്ടായോ? കൃത്യമായ പരാതി അവിടെ നൽകിയിട്ടുണ്ടെന്നാണ് മനസ്സിലാകുന്നത്. LDF പരാതിയിൽ ജില്ലാ കലക്ടർ അന്വേഷണം നടത്തുമെന്ന് പ്രഖ്യാപിച്ചിട്ടുണ്ട്. ദൃശ്യങ്ങൾ അടക്കം പരിശോധിച്ചുകൊണ്ട് കള്ളവോട്ടുമായി ബന്ധപ്പെട്ട് അന്വേഷണം നടത്തുമെന്നാണ് നിലവിൽ അറിയിച്ചിരിക്കുന്നത്. ശക്തമായ അന്വേഷണം ഉണ്ടാകുമെന്നാണ് ജില്ലാ കലക്ടർ അറിയിച്ചിരിക്കുന്നത്. ബൂത്ത് നമ്പർ ഞാൻ നേരത്തെ സൂചിപ്പിച്ചിരുന്നു. ചെർക്കള ഗവൺമെന്റ് ഹയർ സെക്കൻഡറി സ്കൂളിലെ പോളിംഗ് ബൂത്ത് നമ്പർ 113, 114, 115, ALPS ചെങ്കളയിലെ ബൂത്ത് നമ്പർ 106, 107 എന്നിവിടങ്ങളിലാണ് വ്യാപകമായ കള്ളവോട്ട് നടന്നതായി പരാതി ഉയർന്നിരിക്കുന്നത്. ഏതായാലും ഇതുമായി ബന്ധപ്പെട്ട അന്വേഷണം നടത്തുമെന്നാണ് ജില്ലാ കലക്ടർ അറിയിച്ചിരിക്കുന്നത്. സിജു, ഇത് മുസ്ലിം ലീഗിന് വലിയ സ്വാധീനമുള്ളൊരു മേഖലയാണ് എന്നാണ് മനസ്സിലാക്കാൻ കഴിയുന്നത്, അല്ലേ? മുസ്ലിം ലീഗിന് വലിയ സ്വാധീനമുള്ള മേഖലയാണ് ഈ മേഖല. അതുകൊണ്ട് തന്നെ ഇന്ന് രാവിലെ മുതൽ ഇവിടെ ബൂത്തിൽ കള്ളവോട്ട് വ്യാപകമായി നടക്കുന്നതായി പരാതി ഉയർന്നിരുന്നു. ഉദ്യോഗസ്ഥരടക്കം ഭീഷണിപ്പെടുത്തുന്നു എന്നാണ് വ്യക്തമായത്. ഇതിന്റെ അടിസ്ഥാനത്തിലാണ് LDF ഉച്ചയ്ക്ക് ശേഷം പരാതി നൽകിയത്. LDF കാസർഗോഡ് പാർലമെന്റ് മണ്ഡലം കമ്മിറ്റി കൺവീനർ KP സതീഷ് ചന്ദ്രനാണ് ഇതുമായി ബന്ധപ്പെട്ട പരാതി നൽകിയത്. പരാതിയിൽ ജില്ലാ കലക്ടർ നടപടിയെടുക്കുമെന്ന് ആവശ്യപ്പെട്ടിട്ടുണ്ട്. 5 ബൂത്തുകൾ, ഈ പ്രദേശത്തുള്ള ബൂത്തുകളിൽ വ്യാപകമായി കള്ളവോട്ട് നടക്കുന്നുവെന്നാണ് വ്യക്തമായിരിക്കുന്നത്. LDF അതാണ് പരാതി നൽകിയിരിക്കുന്നത്. ഏതായാലും കാസർഗോഡ് പാർലമെന്റ് മണ്ഡലത്തിലെ മുഴുവൻ ബൂത്തുകളിലും വെബ്കാസ്റ്റിംഗ് സംവിധാനമുണ്ട്. വെബ്കാസ്റ്റിംഗ് ദൃശ്യങ്ങൾ അടക്കം വിശദമായി പരിശോധിക്കുമെന്നാണ് ഇപ്പോൾ ജില്ലാ കലക്ടർ അറിയിച്ചിരിക്കുന്നത്. സിജു, കാസർഗോഡ് മണ്ഡലത്തിൽ 60.90% പോളിംഗ് ആണ് ഇതുവരെ രേഖപ്പെടുത്തിയിരിക്കുന്നത്. ഇത് അവിടുത്തെ ഒരു സാധാരണഗതിയിൽ ഒരു കണക്കനുസരിച്ച് ഇതൊരു നോർമലായി നമുക്ക് കാണാൻ കഴിയുമോ? അവിടെ കൂടുതലാണോ കുറവാണോ മുൻ തെരഞ്ഞെടുപ്പുകളെ അപേക്ഷിച്ച്? പോളിംഗ് മുൻകരുതലുമായി ബന്ധപ്പെട്ട താരതമ്യം നമുക്ക് 6 മണിക്ക് ശേഷം മാത്രമേ വരൂ. കാരണം ഈ കടുത്ത വേനലായതുകൊണ്ട് തന്നെ ഉച്ചസമയത്ത് പോളിംഗിൽ ചെറിയ ഇടിവുണ്ടായിട്ടുണ്ട്. 6 മണിയോടുകൂടി ഇപ്പോൾ വൈകുന്നേരം പോളിംഗ് ബൂത്തുകളിൽ ആളുകൾ കൂടുതലായി എത്തുന്ന ഒരു സാഹചര്യം കാണുന്നുണ്ട്. വലിയ നിര, വോട്ടർമാരുടെ വലിയ നിര ഇവിടെ കാണാൻ കഴിയുന്നുണ്ട്. സിജുവാണ് ചെർക്കളയിലെ അക്രമത്തെക്കുറിച്ചുള്ള സമഗ്രമായ വിവരങ്ങൾ പങ്കുവച്ചത്. ഏറ്റവും ഒടുവിൽ നമുക്ക് ലഭിക്കുന്ന കണക്കുകൾ അനുസരിച്ച് 60% സംസ്ഥാനത്തെ പോളിംഗ് ശതമാനം കുതിച്ചു കയറുന്നൊരു സാഹചര്യം ഉണ്ടായിരിക്കുകയാണ്. കണ്ണൂരിലാണ് ഏറ്റവും കൂടുതൽ പോളിംഗ് രേഖപ്പെടുത്തുന്ന സാഹചര്യം ഉണ്ടായിരിക്കുന്നത്.